ഹലോ ഫ്രണ്ട്സ്. ഇന്ന് മാർക്കറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു രാത്രി ഞാൻ ഇന്നലത്തെ മാർക്കറ്റ് വളരെ ഹൈയിൽ ഓപ്പൺ ചെയ്യാന്ന്. ഇന്ന് മാർക്കറ്റ് വളരെ നന്നായി ചെയ്തു. ആദ്യം തന്നെ ഒരു ഹൈയിൽ ഓപ്പൺ ചെയ്തു, കറക്ഷൻ പോയി. ഇപ്പോൾ ചെയ്യുന്നത് മാർക്കറ്റ് 25,062. സോ ഞാൻ കാണുന്ന ലെവൽ ഇന്ന് 25,100 ആണ് ടോപ്പിൽ കാണുന്നത്. സോ നിഫ്റ്റിക്ക് 25,100ഉം ഡൗണിൽ കാണുന്നത് 24,800 ആണ്. 24,800 ആയത് സപ്പോർട്ട്. സോ ഇന്നിപ്പോൾ മാർക്കറ്റിൽ വലിയ നന്നായി ചെയ്ത കുറേ സ്റ്റോക്സുകളെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ദർ ആർ സം ഗുഡ് സ്റ്റോക്സ്. ഭാരതി എയർടെൽ ഞാൻ എപ്പോഴും പറയുന്ന സ്റ്റോക്സ് ആണ്. ഇത് ഭാരതി എയർടെൽ ഇറ്റ് ഹാസ് ഗോൺ അപ്പ്. ഭാരതി എയർടെൽ ഇന്നിപ്പോൾ ചെയ്യുന്നത് 15-17 അടുത്ത് ഭാരതി എയർടെൽ ചെയ്യുന്നുണ്ട്. സോ ഭാരതി എയർടെൽ ഇന്ന് ചെയ്തത് നന്നായി ചെയ്തൊരു സ്റ്റോക്കാണ് ഭാരതി എയർടെൽ. ഭാരതി എയർടെൽ ഇന്ന് ഓൾമോസ്റ്റ് 1.77% ഗെയിൻ ചെയ്ത സ്റ്റോക്കാണ്. പിന്നെ ഒരു ഗെയിൻ ചെയ്ത സ്റ്റോക്കാണ് LIC. LIC ഇന്ന് ഓൾമോസ്റ്റ് 0.8% ഗെയിൻ ചെയ്തിട്ടുണ്ട്. സോ LICയുടെ നിങ്ങൾ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെന്ന് വെച്ചാൽ അത് 6.5 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് LIC. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റിലെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി റിലയൻസ് ആണ്. റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 19.7 ട്രില്യൺ ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടാറ്റ കൺസൾട്ടൻസി ഗ്രൂപ്പ്. അതിൻ്റെ ടാറ്റ കൺസൾട്ടൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 16.1 ട്രില്യൺ ആണ് ടാറ്റ കൺസൾട്ടൻസി. ഇന്നത് +1.45% ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മോസ്റ്റ്ലി കാണുന്നത് IT സ്റ്റോക്സ് ആണ്. 2 ദിവസമായിട്ട് നന്നായി പെർഫോം ചെയ്യുന്നത് കാണുന്നത്. അത് ഒരു US റേറ്റ് കട്ടിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷനിൽ IT മൂവ് ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ IT സ്റ്റോക്സ് ഒക്കെ വളരെ ഹൈയിലാണല്ല. ഇൻഫോസിസ് 1931 നിന്ന് ട്രേഡ് ചെയ്യുന്നത് +1.97% ഹൈയിലാണ്. നെക്സ്റ്റ് വരുന്നത് HCL Tech. HCL Tech 1770 +1.36% ഹൈയിലാണ് HCL ചെയ്യുന്നത്. സോ ഇന്ന് ഓവറോൾ നോക്കുക വെച്ചാൽ ഭാരതി, LIC, TCS, ഇൻഫി, HCL Tech ഇതാണ്. ബാങ്കിങ് സെക്ടർ ഇന്ന് പൊതുവെ ലഗാഡായിട്ടാണ് കണ്ടത് ഞാൻ. ഫോർ എക്സാമ്പിൾ HDFCൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 12.5 ട്രില്യൺ വരുന്നത്. സോ ബാങ്കിങ് സെക്ടറിൽ ഹെവി വെയിറ്റ് HDFC തന്നെയാണ്. കാരണം 12.5 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ളൊരു ബാങ്കാണ് HDFC ബാങ്ക്. ഇന്ന് ചെയ്യുന്നത് 1651, ഓൺലി 0.26% എന്ന റേഞ്ച് ബൗണ്ടായി ചെയ്യുന്നത്. ICICI ബാങ്ക് ഇന്നലെ നന്നായി ചേരുന്നു. ഇന്ന് ചെയ്തത് 1233 -0.14% ഇപ്പോൾ ചെയ്യുന്ന കാണുന്നത്. സ്റ്റേറ്റ് ബാങ്ക് 784 ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് 730 വെരി ഗുഡ് ബൈ ആണ് സ്റ്റേറ്റ് ബാങ്ക്. ചെറിയൊരു ഡൗൺ ഗ്രേഡ് വന്നുകൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഇന്ന് കുറച്ച് ചെയ്യുന്നത്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് അഗൈൻ 7 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക്. സോ ബാങ്കിങ് നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും ഹൈയിൽ വരുന്ന HDFC, ദെൻ വരുന്നത് ICICI ബാങ്ക്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ അതർ 2 ബാങ്ക്സ് ലൈക്ക് ആക്സിസ് ബാങ്കും കോട്ടക് ബാങ്കും മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയെന്ന് വെച്ചാൽ വലിയ വ്യത്യാസമില്ല. കാരണം ആക്സിസ് ബാങ്കിന് 3.6 ട്രില്യൺ ആണ് ആൻഡ് കോട്ടക് ബാങ്കിന് 3.559 ട്രില്യൺ. സോ ഓൾമോസ്റ്റ് സെയിം ആണ് ആക്സിസ് ബാങ്ക്. ഇനി ബജാജ് ടിൻസിന് നോക്കുകയാണെന്ന് വെച്ചാൽ ബജാജ് ഫൈനാൻസിൻ്റെ 4.5 ട്രില്യൺ ആ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. ബജാജ് ടിൻസിൻ്റെ ഈ രണ്ട് കമ്പനിയും ബജാജ് ടിൻസ് അത്ര നന്നായി ചെയ്തിട്ടില്ല ബജാജ് ടിൻസ്. സോ ബജാജ് ഫിൻസ് നോക്കുക വെച്ചാൽ 1827 പക്ഷേ 2.9 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഇന്ന് കുറച്ച് ഡൗൺ ആണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഇന്ന് പെർഫോം ചെയ്യുന്ന സ്റ്റോക്സുകൾ. പിന്നെ ഇൻഷുറൻസ് സ്റ്റോക്സുകൾ 2-3 ദിവസമായിട്ട് മാർക്കറ്റിൽ കുറച്ച് ഡൗണിലായി പോകുന്നത്. ട്രേഡിങ് വളരെ ഇൻഷുറൻസ് സ്റ്റോക്സ് കുറഞ്ഞു വരുന്നത്. അതിലേക്ക് LIC, HDFC ലൈഫ്, SBI ലൈഫ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, ICICI ലംബാർഡ് അതെല്ലാം ഒരു സ്ലിപ്പറി മോഡിലാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് 1% ഡിക്ലൈൻ ചെയ്തു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിന് IRDAI എന്ന് പറയും. അവർ പറയുന്നത് ദേ മേ ഹൈക്ക് സറണ്ടർ വാല്യൂ ഓഫ് ഇൻഷുറൻസ് പോളിസീസ്. സോ അതുകൊണ്ട് ഇൻഷുറൻസ് വാല്യൂവിൻ്റെ സറണ്ടർ വാല്യൂ പോളിസീൻ്റെ കുറയുന്ന സമയത്ത് ഹൈക്ക് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ സ്റ്റോക്സ് ഒക്കെ കുറയുന്നത്.
പിന്നെ ഇന്നലെ 2 ദിവസമായിട്ട് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകും, ജിയോ ഫൈനാൻഷ്യൽസിൻ്റെ സ്റ്റോക്സ് നന്നായി ചെയ്യുന്നത് കണ്ടു. ജിയോ ഫൈനാൻഷ്യൽസ് ഇവർ പറയുന്നത് ഇനിയിപ്പോൾ ഇവർ ഹൗസിംഗ് ഫൈനാൻസിങ്ങിലേക്കൂടെ എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ വലിയ വലിയ ടീംസ് ഹൗസിംഗ് ഫൈനാൻസ് സെക്ടറിൽ വരുന്നുണ്ട്. കാരണം ഹൗസിംഗ് ഫൈനാൻസ് സെക്ടർ മാത്രമേ ഒരു സെക്ടറുള്ളൂ ഇന്ത്യയിൽ ഡിഫോൾട്ട് ആരും ചെയ്യാത്ത. ഒരൊറ്റ ഇന്ത്യക്കാരണം ഹൗസിംഗ് ലോൺ ഡിഫോൾട്ട് ചെയ്തൊരു ചരിത്രം ഉണ്ടായിരുന്നില്ല. വളരെ റയർ, ലെസ് ദാൻ 1%. അതാണ് HDFCൻ്റെ ഒരു ബിഗ് സക്സസ് ഓൾസോ. നോർമലി വെഹിക്കിൾ ലോൺസും മറ്റുള്ള ആൾക്കാർ സ്റ്റുഡൻറ് ലോൺ ഇതൊക്കെ ഡിഫോൾട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൗസിംഗ് ലോൺ ഒരാളും ഡിഫോൾട്ട്, ഭാര്യൻ്റെ ആഭരണം വിറ്റ് പോലും ഹൗസിംഗ് ലോൺ പേ ചെയ്യുന്നവർ. അതുകൊണ്ട് ഹൗസിംഗ് ലോൺ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സേഫസ്റ്റ് ലോൺ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത്. സോ ജിയോ ഫൈനാൻസും ബജാജ് ഫൈനാൻസും ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഒരു IPO വരാൻ പോകാൻ. അപ്പോൾ ജിയോ ഫൈനാൻസ് 7% ജമ്പ് ചെയ്തിട്ടില്ല. അത് റിലയൻസിൻ്റെ ഒരു പാർട്ടാണ് ജിയോ ഫൈനാൻസ്. അപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഹൗസിംഗ് ഹോം ലോൺസിൻ്റെ കൊടുക്കുന്നത്. പിന്നെ വേറൊരു വലിയൊരു ന്യൂസ് ജിയോ ഫൈനാൻസിന് വന്നു വെച്ചാൽ, ജിയോവും ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിലുള്ള ബ്ലാക്ക് റോക്കാണ് അതിൻ്റെ അഡ്വൈസറായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് റോക്ക് ഈസ് എ വെരി ബിഗ് ഫിനാൻഷ്യൽ അഡ്വൈസർ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സോ അതുകൊണ്ട് ജിയോ ഫൈനാൻസ് 2 ദിവസം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് 353 റുപ്യയിലാണ്. പക്ഷേ അതൊരു 300 റുപ്യേൻ്റെ 311-300 റുപ്യേൻ്റെ റേഞ്ച് കിട്ടണം. പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് ജിയോ ഫൈനാൻസ് വാല്യൂഷൻ വൈസ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ 311 റുപ്യ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് താഴത്തൊക്കെ. പിന്നെ SBIൻ്റെ ഫോൾ മെയിൻലി ആ ഗോൾഡ്മാൻ സാക്സിൻ്റെ ഡൗൺ ഗ്രേഡ് കൊണ്ടാണ്. പക്ഷേ SBI ചെയ്യുന്നത് വെച്ചാൽ അവർ റിവൈസ് ചെയ്ത പ്രൈസ് 742, 841 വരെ പോയില്ല. ഗോൾഡ്മാൻ സാക്സ് റിവൈസ് ചെയ്ത പ്രൈസ് 742 റിവൈസ് ചെയ്തിട്ടില്ല. ആ പ്രൈസ് 742 വരുന്നു അവർ പറയുന്നു. സോ അവർ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് 730 കുറച്ചുകൂടി അതിൻ്റെ സേഫ് പ്രൈസ് എന്ന് പറയുന്നത്. ബൈ അറ്റ് 730 എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ. അതുപോലെ ബജാജ് ഫൈനാൻസ് 6300 ബൈ ആണ് ബജാജ് ഫൈനാൻസ്. പിന്നെ ഇന്നിപ്പോൾ വേറൊരു സംഭവം ഉണ്ട്. GST കൗൺസിൽ ഒരുവിധം പിന്നെ ഈ ടാക്സ് കുറച്ചിട്ടുണ്ട്. പിന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ മുകളിലും ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ മുകളിൽ 18% ലെവിയായിരുന്നു. ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസിന് മുകളിൽ പ്രീമിയം ഉണ്ടായിരുന്ന അവർ ചാർജ് ഉണ്ട്. GST കൗൺസിൽ ചെയ്തിട്ടുണ്ട് 18%. അത് നോക്കണം എത്ര അധികം ചെയ്യുന്നത്. അത് പല ആളും അതിന് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റോങ് ഫോർ ദ ഗവൺമെൻറ് ടു ടാക്സ് ഫോർ ദി അൺസർട്ടനിറ്റീസ് ഇൻ ലൈഫിന്. നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നതിന് നമ്മൾ അൺസർട്ടനിറ്റി വരുന്നുണ്ടല്ലേ, അതിൻ്റെ മുകളിലും 18% ചാർജ് ചെയ്യാന്ന് വെച്ചാൽ മറ്റേ ഷേക്സ്പിയറിൻ്റെ പൗണ്ട് ഓഫ് ഫ്ലഷ് പോലെ ആയിപ്പോയില്ല. മറ്റേ വെന്നീസിലെ കച്ചവടക്കാരനെ നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ച ഒരു സ്റ്റോറിയില്ലേ, അതുപോലെ ആയിപ്പോയില്ല. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞാൻ അതിൻ്റെ ടാക്സ് കുറക്കാൻ പോകാന്ന്. പക്ഷേ ഗവൺമെൻറ് അതിലും വലിയ ക്ലവർലി എന്താ ചെയ്യുന്നത് വെച്ചാൽ they are going to extend tax on കാറിന് മുകളിൽ ടാക്സ് കൂട്ടാൻ പോകുന്നത്, ടൊബാക്കോന് മുകളിൽ ടാക്സ് കൂട്ടാൻ പോകണം, പിന്നെ എല്ലാ ഡ്രിങ്ക്സിൻ്റെ മുകളിൽ ടാക്സ് കൂട്ടുക, കോൾഡ് മുകളിൽ ടാക്സ് കൂട്ടുക. അപ്പോൾ ആകെ ലൈഫ് ഇൻഷുറൻസിൻ്റെ പോളിസി ഇതിൻ്റെ മുകളിൽ ഹെൽത്ത് ഇൻഷുറൻസ് കുറച്ചിട്ട് ഗവൺമെൻറ് എന്തായാലും ഗവൺമെൻറ്റുകൾ വിടൂലേ. അത് കാർ വേണമെങ്കിൽ അതിൻ്റെ ടാക്സ് കൂട്ടും. ടൊബാക്കോൻ്റെ മുകളിലും സിഗരറ്റ് വലിക്കുന്നവർ അതില്ലാണ്ട് ശരിയാവില്ലല്ലോ. അപ്പോൾ അത് ഗവൺമെൻറ് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ടാക്സ് കുറക്കാൻ റെഡിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വിൽ ഇൻക്രീസ് ടാക്സ് ഓൺ കാർസ് എന്ന്. അപ്പോൾ കാർ വാങ്ങിക്കുന്ന തൊട്ട് കുറച്ചധികം പൈസ കൊണ്ടുവരും അത്രയാണ്. പിന്നെ ഇന്നിപ്പോൾ വലിയൊരു സംഭവം നടന്നു വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ ഈ ജബിൽ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ബേസ്ഡ് സപ്ലയർ ഉണ്ട് ആപ്പിളിൻ്റെ. അവരിപ്പം പിന്നെ തമിഴ്നാട്ടിൽ ഒരു 20 ബില്യൺ റുപ്പീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പിളിൻ്റെ കോമ്പണൻസ് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഷിക്കാഗോ ബേസ്ഡ് കമ്പനിയാണെന്ന് തോന്നുന്നത്. ഈ US ബേസ്ഡ് ആയിട്ടുള്ള ജബൽ എന്നുണ്ട്. അതാണ് ആപ്പിളിൻ്റെ വലിയൊരു സപ്ലയർ. അത് തമിഴ്നാട്ടിൽ ഒരു 5000 ജോബ് ഉണ്ടാക്കുന്നതാണ് തമിഴ്നാട് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് വേറൊരു അഗ്രിമെൻറ്റ് കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. റോക്ക്വെൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ 6.6 ബില്യൺ റുപ്പീസിൻ്റെ പിന്നെ പ്രൊഡക്റ്റ് ഓട്ടോമേഷൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു അഗ്രിമെൻറ്റ് അവർ ചെയ്യുന്ന ഓട്ടോഡെസ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടുള്ള അഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോമേഷനും അതിലൊക്കെ കൂടിയിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തമിഴ്നാട്ടിൽ വരുന്നുണ്ട്. 6.6 ബില്യനും കുറേ ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ കേരളം നമ്പർ 1 ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആണെന്നെല്ലാം പേപ്പറിലൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ട്. പക്ഷേ കേരളത്തിലൊന്നും ഇതുപോലത്തുള്ള ആരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വരുന്നില്ല. പക്ഷേ പേപ്പറുള്ള പരസ്യം കാണുന്നുള്ളൂ ഞാൻ. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം എന്താണെന്ന്. ചിലപ്പോൾ ആയിരിക്കും നമ്പർ 1 ആയിരിക്കും. പക്ഷേ ആരും ഒരു കമ്പനി കേരളത്തിൽ ഇതുപോലെ ബില്യനൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ന്യൂസ് കൊടുക്കുന്ന കാണുന്നില്ലല്ലോ. അത് വേറൊരു കാര്യം. പിന്നെ ഈ ബിൽഗേറ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ലോകത്തിൽ യുദ്ധങ്ങൾ ആവശ്യമാണ്, യുദ്ധങ്ങളില്ലെങ്കിൽ പാൻഡമിക് ഇനിയും വരുന്നതെന്ന് ബിൽഗേറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചും പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഈ പാൻഡമിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ അടുത്ത 25 കൊല്ലത്തിൽ ആൾ പറയുന്നത് ഇനി വലിയൊരു പാൻഡമിക് വരാൻ പോകുന്ന ആൾ ബിൽഗേറ്റ്സ് ഇപ്പം തന്നെ പറയുന്നത്. അതിനായിട്ട് എല്ലാ രാജ്യങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ് ഈ വാർ നല്ലതാണ്, വലിയ വാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെയുള്ള പാൻഡമിക് കുറയുന്നു. ലോകത്തിൽ ബിൽഗേറ്റ്സ് പറഞ്ഞാൽ പിന്നെ അതിനൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ലല്ലോ.
Anyway, this is what I want to say. So thank you very much for viewing my channel. Kindly subscribe my channel. So I will update you the latest things, market updates at the within few hours. I will update you with the market movements. സോ ഇന്നിപ്പം എല്ലാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ബൈ തന്നെയാണ്. വെർ ഇസ് നത്തിങ് ടു വറി. മാർക്കറ്റിൽ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ അമേരിക്കൻ ജോബ് ഡാറ്റ ഞാൻ കൈവശം പറഞ്ഞു, അതൊക്കെ ഇറലവൻ്റ് ആണ് നമ്മുടെ മാർക്കറ്റിൽ. ഇന്ത്യൻ മാർക്കറ്റ് ഇസ് വെരി വെരി സ്ട്രോങ്. ആ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. ദേ വിൽ നെവർ അലോ മാർക്കറ്റ് ടു ഗോ ഡൗൺ. സോ ഡോണ്ട് വറി. സോ കീപ് ഹോൾഡിങ്. ദർ ആർ സോ മെനി ഗുഡ് സ്റ്റോക്സ് ലൈക്ക് അഡാനി. ഇന്നലെ ഞാൻ പറഞ്ഞു അഡാനി പോർട്ട് ഈസ് ഓൾമോസ്റ്റ് ഡൂയിങ് 1464 now. അതുപോലെ അഡാനി എന്റർപ്രൈസസ് is also it's a very huge move. 2,945 is almost gone to 3,007 today. So these are the stocks we have to watch. So thank you friends. Have a nice day.